لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഗ്‌രിബും ഇശാവും നമസ്കാരങ്ങൾ കഴിഞ്ഞ് റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പെന്നോണം ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ച് നമ്മുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ അത് തുടരുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടി എന്ന് ചോദിച്ചാൽ, റജബ് കഴിഞ്ഞ് ശഅബാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ റജബും ശഅബാനും പവിത്രമായ മാസങ്ങളാണ്. പക്ഷെ മനുഷ്യർ കൂടുതലും അശ്രദ്ധയിലാണ്. ഇനി വരാൻ പോകുന്ന റമദാനും അതും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസത്തെ പോലെ റമദാനിൽ ആകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ചുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരുപാട് സമ്പത്ത് ഉണ്ടാകലല്ല, ഒരുപാട് പദവികൾ ഉണ്ടാകലല്ല, ഒരുപാട് മക്കളുണ്ടായി ആ മക്കളുടെ വിജയങ്ങൾ ഉണ്ടാകലല്ല,
ആളുകളുടെ പ്രശംസ അത് ലഭിക്കലല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ വിജയം വേറെ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായി വിശ്വാസിനികളായി ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉറപ്പാണ്, വാഗ്ദാനമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല. ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ കേന്ദ്രത്തിൽ അവൻ നിത്യവാസിയായിരിക്കും. വമസാകിന ത്വയ്യിബ, വിശിഷ്ടമായ ഭവനങ്ങളെ, പാർപ്പിടങ്ങളെ, മസ്കൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ വാസിക്ക് താമസിക്കുവാൻ വേണ്ടി നൽകും. ഫീ ജന്നാതി അദ്നിൻ, ആ സ്ഥിരവാസത്തിന്റെ തോട്ടമായ സ്വർഗത്തിൽ എന്നേക്കുമായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭവനങ്ങൾ, വീടുകൾ സമ്മാനിക്കും. അത് അല്ലാഹുവിന്റെ വഗ്ദയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗക്കാരോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, കാതും കേട്ടിട്ടില്ലാത്ത, മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ടൊന്ന് സ്വപ്നം പോലും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത സ്വർഗം, ഇത് ലഭിച്ചതിനേക്കാൾ വേറെ എന്താണ് ഇതിനേക്കാൾ വലുതുള്ളത്? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, എന്റെ റിള ഞാനിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല, എന്റെ കോപം ഞാൻ നിങ്ങളുടെ മേലുണ്ടാവുകയില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ ഞാനും നിങ്ങളും പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു കാര്യമാണത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. സത്യവിശ്വാസിയായി വിശ്വാസിനിയായി ആരാണോ ജീവിച്ചത്, സ്ഥിരവാസത്തിന്റെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്മാനിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ വഗ്ദയാണ്, വാഗ്ദാനമാണ്. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ പിന്നീട് അതിൽ നിന്ന് മടങ്ങുന്ന സാഹചര്യം അവന്റെ ജീവിതത്തിലില്ല. ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, നിത്യവാസിയായി കൊണ്ടവൻ അതിൽ കഴിച്ചുകൂട്ടുമ്പോൾ അവന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊടുക്കുന്നതാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വരിദ്വാനും മിനല്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ ഇഷ്ടം, സ്നേഹം അവന്റെ മേൽ ചൊരിയുകയാണ്. ആ റിള കിട്ടിയവനാരോ അക്ബർ, അതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. ذلك هو الفوز العظيم, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു.
നാം എല്ലാം മരിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. ശാശ്വതനായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ വന്നവരല്ല നമ്മളാരും. അങ്ങനെ മരണം അനുഭവിക്കാതെ ഈ ലോകത്ത് അവശേഷിക്കുമായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഒരാൾ വലൗ കാനത്തുദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നേനെ. ആ റസൂലുള്ള പോലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ മരണം അനുഭവിക്കാതെ ഈ ലോകത്ത് ഒരാളും അവശേഷിക്കുകയില്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ആകാശ ലോകത്തു നിന്ന് ഇറങ്ങി വരും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കണ്ണെത്തും ദൂരത്ത് ആ മലക്കുകളെല്ലാം ഹാജരാകും. എവിടെ നോക്കിയാലും ആ മലക്കുകളെ കാണുന്ന സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആ മലക്കുകളുടെ കയ്യിൽ കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള പുതപ്പുമായിട്ടാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. ഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള അത്തറുമായിട്ടാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. കഅന്ന വുജൂഅഹുമുശ് ശംസു, മലക്കുകളുടെ മുഖം സൂര്യനെ പോലെ പ്രക്ഷോഭിക്കുന്ന തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും. എല്ലാ മലക്കുകളും ഹാജരായാൽ ثم يجيء ملك الموت عليه الصلاه والسلام. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഖുൽ യതവഫാകും മലകുൽ മൗത്ത് الذي വക്കില ബികും ثم الى ربكم തുർജഊൻ. എപ്പം മരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ ആ സമയമായാൽ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ റൂഹിനെയും കൊണ്ട് ഇലാ റബ്ബിക്കും തുർജഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. തീർച്ചയായിട്ടും മരണം അത് നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരിക്കാത്തവനായി ശാശ്വതനായി ഈ ലോകത്ത് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. മലക്കുൽ മൗത്ത് വന്നിട്ട് നമ്മുടെ റൂഹിനെ പിടിച്ചെടുത്താൽ ثم تردون إلى عالم الغيب والشهادة, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ റൂഹിനെയും കൊണ്ട് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോകും. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ കർമ്മങ്ങൾ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് കൃത്യമായി സൂറത്തു ജുമഅയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നാം ചെയ്ത നന്മകളും തിന്മകളും നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നമ്മളെ അറിയിക്കുന്ന ഒരു ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മലക്കുൽ മൗത്ത് നമ്മുടെ തലഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആ സമയത്ത് ആ സാഹചര്യത്തിൽ മലക്കുൽ മൗത്ത് നമ്മളോട് പറയണം, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ റിളയിലേക്ക് നീ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതാണ് റാഹത്തായ മരണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരം ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പള്ളി പരിസരത്ത് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ഖബർസ്ഥാനിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള 6 അടി മണ്ണ്, ആ 6 അടി മണ്ണിലേക്ക് നമ്മുടെ മയ്യത്ത് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി എല്ലാവരും മടങ്ങിപ്പോരുകയാണ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. നമ്മുടെ മയ്യത്തിന് വേണ്ടി, ഖബറിലെ വിചാരണ എളുപ്പമാകുന്നതിന് വേണ്ടി, നമ്മളോട് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാരണം കൊണ്ട് നമ്മുടെ കുടുംബം, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുകയാണ്. നമ്മൾ സ്വർഗക്കാരാണ് എങ്കിൽ സ്വർഗത്തിന്റെ കവാടം അവിടെ തുറക്കപ്പെടുകയാണ്.
അങ്ങനെ സുറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ നമ്മളെല്ലാം റബ്ബിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ രണ്ട് പ്രതിഫലങ്ങളാണ്, രണ്ട് കേന്ദ്രങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി നൽകുന്നത്. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവുമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അല്ലാഹുവിന്റെ റിള കിട്ടിക്കൊണ്ട് മരണപ്പെട്ട വിശ്വാസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവനോട് നാളെ പറയപ്പെടും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വിശിഷ്ടമായ ആത്മാവേ, ത്വയ്യിബായ ആത്മാവേ, അള്ളാഹുവിന്റെ റിള കരസ്ഥമാക്കിയവനെ, നീ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങിക്കൊള്ളുക, സ്വർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് അവൻ അഭിസംബോധന ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് ജീവിതത്തിലെ നമുക്ക് എന്ത് ലഭിച്ചാലും അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. ജീവിതത്തിൽ കുറച്ചു കാലം നമ്മൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിച്ച് മരിച്ചുപോയി, നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്ത് ബഖറയിലൂടെ ചില ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ റിള അത് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ നഫ്സിനെ വിൽക്കുന്നവർ ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ കലാം സൂറത്ത് ബഖറയിലെ 207-ാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു അഅറാബിയായ മനുഷ്യൻ കടന്നു വന്നു. ആ അഅറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയെ. അതുപോലെ തന്നെ നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയെ. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ആ മനുഷ്യൻ റസൂലുള്ളാഹിയോട് പറയുകയാണ്, അങ്ങയുടെ കൂടെ എനിക്ക് ഹിജ്റ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് പോകാനുള്ള സമയമായിട്ടില്ല, സ്വഹാബത്ത് പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകണം. അങ്ങനെ സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ അഅറാബിയായ മനുഷ്യന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം, പ്രത്യേകം പരിഗണന കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ ഹിജ്റ പോയി, സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോയി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം, ഹിജ്റയ്ക്ക് ശേഷം ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ മുസ്ലിംകൾ വിജയിച്ചു. ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിക്കുന്ന സമയം, ആ സമയത്ത് യുദ്ധോഹരി സ്വത്ത് വീതിക്കുന്ന സമയത്ത് ഈ അഅറാബിയായ മനുഷ്യനെ കാണുന്നില്ല. അദ്ദേഹം യുദ്ധവാഹനങ്ങൾ അഥവാ ഒട്ടകം, കുതിര പോലെയുള്ള വാഹനങ്ങളെ മേക്കാൻ വേണ്ടി പോയിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഗനീമത്ത് സ്വത്ത് സഹാബത്തിനെ ഏൽപ്പിച്ചിട്ട് അവരോട് പ്രത്യേകം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിഹിതം നിങ്ങൾ കൊടുത്തേ പറ്റൂ, നിർബന്ധമായും കൊടുക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. ആ മനുഷ്യൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ തന്റെ വിഹിതം, ഗനീമത്ത് സ്വത്തിൽ നിന്നുള്ള വിഹിതം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ സഹാബത്തിനോട് ചോദിക്കുകയാണ്, മഹാദ, ഇത് എന്താണ്, ഇത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. സഹാബത്ത് മറുപടി പറഞ്ഞു, പ്രവാചകൻ അങ്ങേക്ക് തരാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചതാണ്. അദ്ദേഹം ആ സ്വത്ത് വാങ്ങിയിട്ട്, തന്റെ വിഹിതം വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പോയിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, മഹാദ, എന്താണ് നബിയെ ഇത്? ഗനീമത്ത് സ്വത്ത് എല്ലാവർക്കും കൊടുത്തപ്പോ താങ്കളുടെ വിഹിതം അവരെ കൊടുത്തേൽപ്പിച്ചതാണ്, ഇത് വാങ്ങിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് അഅറാബിയായ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, നബിയെ, ഇതിനു വേണ്ടിയല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, ഇതിനു വേണ്ടിയല്ല ഞാൻ ഹിജ്റ പോയത്,
ഇതിനു വേണ്ടിയല്ല ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോരാടാൻ വേണ്ടി ഇറങ്ങിയത്. ഞാൻ ഇതെല്ലാം ചെയ്തത് തന്റെ ഹലക്ക ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ളയോട് പറയുകയാണ്, ഈ തൊണ്ടക്കുഴിയിലേക്ക് വന്ന് അമ്പതറിച്ച് എനിക്ക് ഷഹീദായി മരിക്കണം. അള്ളാന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായവരായിരുന്നു അവർ. അതിനവർക്കൊരു മടിയില്ലായിരുന്നു, അതിനവർക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, ഒരു ഷഹീദ് മരിച്ച് അവന്റെ റൂഹ് ബർസഖിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗീയ പക്ഷികൾ ആ റൂഹിനെ റാഞ്ചിക്കൊണ്ടുപോകും. സ്വർഗീയ പക്ഷികൾ അവരുടെ ചുണ്ടുകളിൽ ആ ഷഹീദിന്റെ റൂഹിനെ വെച്ച് അവർ സ്വർഗം ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വർഗം ചുറ്റിക്കറങ്ങി കാണിച്ച് എല്ലാം കണ്ടതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് അല്ലാഹ്, എന്താണ് നിങ്ങൾക്കുള്ള ആഗ്രഹം? നിങ്ങളുടെ ആഗ്രഹം പറയ്, നിങ്ങളുടെ ആഗ്രഹം പറയ്, എന്താണ് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ 3 പ്രാവശ്യം അവർ മിണ്ടുന്നില്ല. പിന്നീട് അവർ പറയുകയാണ്, ഞങ്ങൾക്കൊന്നും കൂടെ ദുനിയാവിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങിപ്പോകണം അല്ലാഹ്, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് മടങ്ങണം അല്ലാഹ്, യുദ്ധം ചെയ്യണം, മാതാപിതാക്കളെ കാണാനല്ല, ഇണയെ കാണാനല്ല, മക്കളെ കാണാനല്ല, കുടുംബക്കാരെ കാണാനല്ല, വേണ്ടപ്പെട്ടവരെ കാണാനല്ല, ഒരാളെയും കാണാനോ മറ്റുള്ളതിനോ ഒന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് പോയി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്ത് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ഷഹീദായി മരിച്ച് ഒരിക്കൽ കൂടെ ആ സ്വർഗീയ പക്ഷികളൊന്ന് ഞങ്ങളുടെ റൂഹിനെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് സ്വർഗമൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അത് നടക്കൂല, അത് നടക്കൂല. ഒരു മനുഷ്യനെ മരിക്കാനുള്ള സമയമായാൽ ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ ബറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരിച്ച് ബർസഖിലേക്ക് പ്രവേശിച്ചാൽ യൗമൽ ഖിയാമ വരെ പിന്നെ ബർസഖിലാണ്. ആ ബർസഖിൽ നിന്ന് പിന്നീട് ദുനിയാവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഈ ആഗ്രഹം നടക്കുകയില്ല. മറ്റു വല്ല ആഗ്രഹമുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അല്ലാഹ് ഉണ്ട്, ഉണ്ട്, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഇതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കില്ല എങ്കിൽ, ദുനിയാവിലേക്ക് മടങ്ങാനുള്ള അവസരം ഞങ്ങൾക്കില്ല എങ്കിൽ, ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹമുണ്ടല്ലോ, ഈ സ്വർഗം ചുറ്റിക്കറങ്ങി കാണാനുള്ള സൗഭാഗ്യം കിട്ടിയ അനുഗ്രഹമുണ്ടല്ലോ, അതൊന്ന് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാരെ ഒന്ന് അറിയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നു. വഹി സ്വീകരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് വഹി എന്നറിയുമോ? ഒരിക്കലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അവർ മരിച്ചവരാണ് എന്ന് പറയരുത്. അവർ മരിച്ചവരാണ് എന്ന്, ഷഹീദുകളെ കുറിച്ച് അവർ മരിച്ചവരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. വഹും ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ റിസ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വഹിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നു. അപ്പൊ ഒരു ഷഹീദിന്റെ ഒരു കൂലിയാണത്. അവൻ ഷഹീദായ ഉടനെ അവന്റെ ആ ഷഹീദിന്റെ റൂഹിനെ സ്വർഗീയ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയി സ്വർഗലോകം കാണിച്ചു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മരിക്കാൻ അവർക്ക് ഒരിക്കലും ഒരു മടിയില്ല, പ്രയാസമില്ല, വേദനയില്ല. തന്റെ ഹലക്ക കാണിച്ചിട്ട് റസൂലുള്ളയോട് പറയുകയാണ്, നബിയെ, ഈ ഗനീമത്ത് സ്വത്തൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, ഞാൻ ഹിജറ പോയത്, ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്, ഞാൻ ജീവിതത്തിൽ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നത് എന്റെ ഈ ഹലക്കയിലേക്ക് വന്ന് 50 അർച്ച് ഷഹീദായി മരിക്കണം നബിയെ, ഇതല്ലാതെ വേറൊരു ആഗ്രഹവും എനിക്കില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. അടുത്ത യുദ്ധം വന്നപ്പോൾ ആ യുദ്ധത്തിൽ ഈ മനുഷ്യൻ പങ്കെടുത്തു.
യുദ്ധം കഴിഞ്ഞതിനു ശേഷം കുറച്ചു സഹാബത്ത് ഈ മനുഷ്യന്റെ റൂഹുമായിട്ട്, ഈ മനുഷ്യന്റെ ശരീരവുമായിട്ട് റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വരികയാണ്. പ്രവാചകന്റെ മുമ്പിൽ പോയി ആ മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. ആ ഷഹീദിന്റെ, ആ മനുഷ്യന്റെ, ആറാബിയായ മനുഷ്യന്റെ ശരീരം കൊണ്ടുപോയി റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വെക്കുമ്പോ പ്രവാചകൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ആറാബിയായ മനുഷ്യനാണ്. തന്റെ മുന്നിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വീകരിച്ച് ഹിജ്റ പോയ ആ മനുഷ്യൻ മുമ്പ് പറഞ്ഞല്ലോ, എന്റെ ഹലക്കയിൽ അമ്പ് വന്ന് തറച്ച് ഷഹീദായി മരിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ അന്ന് ചൂണ്ടിക്കാട്ടിയ ആ ഭാഗത്ത് അമ്പതറിച്ച് മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജുബ്ബ ഊരുകയാണ്. തന്റെ ജുബ്ബ ഊരിയിട്ട് ആ മനുഷ്യനെ കഫൻ ചെയ്തു. തന്റെ സ്വന്തം ജുബ്ബ കൊണ്ട് റസൂലുള്ളാഹ് ആ മനുഷ്യനെ കഫൻ ചെയ്തു. പ്രവാചകൻ തന്റെ മുമ്പിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കുകയാണ്. മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് റബ്ബിനോട് ആ നമസ്കാരത്തിൽ പറയുകയാണ്, അല്ലാ, ഈ മനുഷ്യൻ ഷഹീദായതിന് ഞാൻ സാക്ഷിയാണ്. അല്ലാ, ഈ മനുഷ്യൻ ഷഹീദായതിന് ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ റിള, സ്നേഹം, ഇഷ്ടം, തൃപ്തി, അത് കിട്ടാൻ വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ അല്ലാഹു തൃപ്തിപ്പെട്ടൊരു മനുഷ്യരായി മരിക്കാൻ, നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ, ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ചുകൊണ്ട് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ലഭിക്കുക, അതിനേക്കാൾ ജീവിതത്തിൽ വെറുതെ വേറെ ഒന്നുമില്ല, അല്ലെ? ഇങ്ങനെ നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു, മഹാനായ കഅബ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി, റബീഅത്ത് ഇബ്നുൽ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, മദീനയിൽ ഒരു ശാന്തമായ ഒരു രാത്രി, എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് പ്രവാചകനെ സേവിച്ചിരിക്കുകയാണ് റബീഅത്ത് ഇബ്നുൽ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി എങ്ങനെ സേവിക്കുക, സഹായിക്കുക. ആ സമയത്ത് പ്രവാചകൻ ആ ശാന്തമായ മദീനയിലെ രാത്രിയിൽ ആ റബീഅയോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, സല്ലി, നീ എന്തെങ്കിലും എന്നോട് ചോദിക്ക് റബീഅ, എന്തെങ്കിലും ഒന്ന്, നിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നീ എന്നോട് ചോദിക്കണം റബീഅ. ആ ശാന്തമായ രാത്രിയിൽ റബീഅയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളോടാണ് റസൂലുള്ളാഹിന്റെ ആ ചോദ്യമെങ്കിൽ നമ്മൾ എന്താ പറയാ? നബിയെ, ഒരു നല്ല വീടൊന്നുമില്ല, അല്ലെ, ആകെ പാപ്പരാണ്, പൈസ ഒന്നുമില്ല, ജോലിയൊന്നുമില്ല, ഈ രൂപത്തില് ഒരു നല്ല സുഖകരമായ ഒരു അവസ്ഥ ഒന്നുമില്ല, അതുകൊണ്ട് കുറച്ച് നല്ല ജോലിയൊക്കെ കിട്ടി സമ്പാദിച്ച് നല്ലൊരു വീട് വെക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഇതായിരിക്കും നമ്മൾ പറയാ. ശാന്തമായ രാത്രിയാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്, പ്രവാചകനെ സേവിക്കുന്ന സമയത്ത്, സഹായിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലി റബീഅ, നീ എന്തെങ്കിലും എന്നോട് ചോദിക്ക്, നിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നീ പറ എന്ന് പറയുന്ന സമയത്ത്, ആ സമയത്ത് മഹാനായ സ്വഹാബി റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, അസ്അലുക, ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ് എന്നറിയുമോ? മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയുടെ ചാരത്ത്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ഈ ഒരു തൗഫീഖ് എനിക്ക് ലഭിക്കണം, അതാണ് എന്റെ ആഗ്രഹം, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ നാളെ സ്വർഗത്തിൽ വരുന്ന സമയത്ത് ഈ ശാന്തമായ രാത്രിയിൽ അങ്ങയുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് പോലെ അങ്ങയുടെ ചാരത്ത് നാളെ സ്വർഗത്തിൽ വന്നിരിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് നബിയേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഔ ഗൈറ ദാലിക്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹുവദാക്, അത് മതി, ഇതല്ലാതെ വേറൊരു ആഗ്രഹം എനിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഫഅന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ ധാരാളമായിട്ട് സുജൂദ് ചെയ്തോ, ധാരാളമായിട്ട് നീ സുജൂദ് ചെയ്യ്. എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂല് ആ സഹാബിയോട് പറയാനുള്ള കാരണം, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുന്ന സമയത്താണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നാളെ നരകത്തിൽ പോകുന്ന തൗഹീദുള്ള തൗഹീദുള്ളവൻ നാളെ നരകത്തിൽ പോകുന്ന സന്ദർഭമുണ്ട്. എന്താണ് കാരണം? അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമാണ്, അവന്റെ ആദർശം കൃത്യമാണ്, അവന്റെ തൗഹീദ് കൃത്യമാണ്, പക്ഷെ നരകത്തിലേക്ക് പോകുന്നു. ചെറിയ ചെറിയ അനുസരണക്കേടുകൾ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ആ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ള തൗഹീദുള്ള മുവഹിദീങ്ങളായ ആളുകളെ, എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരിലാ? അല്ലാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചതിന്റെ പേരിൽ മാത്രമാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായപ്പോൾ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തൗബ ചെയ്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പശ്ചാത്താപിച്ച് മടങ്ങി. നാളെ സ്വർഗ്ഗത്തിൽ മുത്തഖീങ്ങളുടെ കൂടെ, വിശ്വാസികളുടെ കൂടെ ആ അബുൽ ബശർ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടാകുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. പക്ഷെ നമുക്കിതിൽ നിന്ന് കിട്ടേണ്ട പാഠമാണ്, പാപിയായി മരിക്കേണ്ടി വന്നാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് ആദ്യത്തെ തവണ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ പ്രവേശിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. ആ നരകത്തിലെ നമ്മൾ ശിക്ഷ അനുഭവിച്ച്, നമ്മൾ ചെയ്ത തെറ്റിന്റെ ആ കാലാവധി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞെങ്കിൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ജിബ്രീലേ, ഇന്ന ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരായിരുന്നു, അവർ തൗഹീദ് ഉള്ളവരായിരുന്നു, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. പക്ഷെ ചെറിയ ചെറിയ തെറ്റുകൾ, അനുസരണക്കേടുകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു. ആ പാപങ്ങൾ മായ്ക്കപ്പെട്ടിട്ടില്ല, ആ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു, അവരെ നീ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ട് നരകത്തിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് വിടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള തൗഹീദുള്ള ആളുകളെ ജിബ്രീൽ എന്ന മലക്ക് തിരിച്ചറിയുന്നത് അവരുടെ നെറ്റിത്തടത്തിലെ സുജൂദിന്റെ ആ അടയാളം കണ്ടുകൊണ്ടാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ശരീരം മുഴുവൻ ഇതാ മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും തീ തിന്നു തീർക്കുമ്പോൾ, നരകത്തിന്റെ തീ സ്പർശിക്കുമ്പോൾ ആ സുജൂദിന്റെ അടയാളം മാത്രം തീ തൊടുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടയാളം നോക്കിയിട്ട് ജിബ്രീൽ എന്ന മലക്ക് ആ തൗഹീദുള്ളവരെ നരകത്തിൽ നിന്ന് അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ മോചിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അടുക്കുന്നത് സുജൂദിലെ ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ റബീആ, ആ സ്വർഗത്തിൽ എന്റെ സാമീപ്യം നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സുജൂദ് പോലെയുള്ള കർമ്മങ്ങൾ നീ ചെയ്ത് അധികരിപ്പിച്ചോ. അള്ളാന്റെ ഇഷ്ടം കരസ്ഥമാക്കിക്കോ, അള്ളാന്റെ തൃപ്തി നീ കരസ്ഥമാക്കിക്കോ. എന്നിട്ട് നീ മരിച്ചാൽ നിനക്ക് എന്റെ ചാരത്ത് വരാമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ രൂപത്തിൽ കുടുംബത്തോടെ, മാതാപിതാക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, ഇണയോടൊപ്പം, മക്കളോടൊപ്പം നാളെ റസൂലുള്ളാന്റെ ചാരത്ത് കടന്നു വരാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ എല്ലാ അമലുകളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ.
നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിന്റെ തൃപ്തി, ഇഷ്ടം, അത് കിട്ടി നമ്മൾ ഈ ലോകത്തോട് വിട പറയാ. അതിനു വേണ്ടിയാണ് നിസ്കാരം, അതിനു വേണ്ടിയാണ് നോമ്പ്, അതിനു വേണ്ടിയാണ് സക്കാത്ത്, അതിനു വേണ്ടിയാണ് ഹജ്ജ്. ഈ രൂപത്തിൽ ഏതെല്ലാം കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ആ ആവശ്യപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ റിള ലഭിക്കുന്നതിന് വേണ്ടിയാണ്. തഖ്വയുള്ള ആളുകളായിട്ട് നമ്മൾ ജീവിക്കണം. നമസ്കാരത്തിന്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് നോമ്പിന്റെ ലക്ഷ്യം ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളാകുന്നതിന് വേണ്ടിയാണ്. എത്രയെത്ര നബിമാർ, എത്രയെത്ര മുർസലീങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഈ നബിമാർ മുഴുവൻ തന്റെ സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ എന്ന് ചോദിക്കാത്തൊരു പ്രവാചകനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ തഖ്വയുള്ള അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുന്നില്ലേ എന്ന് ചോദിക്കാതെ ഒരു നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എങ്കിൽ ഈ തഖ്വ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് സകല ഇബാദത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലേ? എന്താണ് തഖ്വ? ഒറ്റ ചരിത്രം ഞാൻ പറയാം, ഒരൊറ്റ ചരിത്രം. ആ ചരിത്രം പറഞ്ഞ എന്താണ് തഖ്വ എന്ന് കിട്ടും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ ഒരുപാട് കേട്ട ചരിത്ര. എല്ലാം ഒരു തദ്കിറയാണല്ലോ, എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അതുകൊണ്ട് പണ്ട് കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതൊക്കെ പരിശുദ്ധ ഖുർആൻ ആദം നബിയുടെ ചരിത്രം ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശൈത്താനെ കുറിച്ച് പലയിടത്തും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ആവർത്തനാണല്ലോ. എന്തിനാ ഈ ആവർത്തനങ്ങളെല്ലാം? ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ ഈമാനിനൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രാത്രിയിൽ ഇരുട്ടത്ത് ആരും അറിയാതെ എങ്ങനെ ഇറങ്ങി ഓരോ വീടിന്റെ മുറ്റത്തും പോയി നിന്ന് ആ വീടിന്റെ അവസ്ഥകൾ അറിയുകയാണ്. ആ സാഹചര്യത്തിൽ അങ്ങനെ നടന്ന് ഒരു കൂരയുടെ മുന്നിലെത്തി. ആരുടെ കൂരയാണ്? അവിടത്തെ ഒരു പാൽക്കാരി പെണ്ണിന്റെ ഒരു വീടാണ്. ഒരു ചെറിയൊരു കുടിലാണ്. ഒരു പാൽക്കാരി പെണ്ണിന്റെ വീടാണത്. ആ വീടിന്റെ ഉള്ളിൽ ഒരു സംസാരം, ഉമ്മയും മോളും തമ്മിലുള്ള സംസാരമാണ്. ആ ഉമ്മ ഇതാ മോളോട് പറയുന്നു, മോളെ ആ പാലിൽ നീ ഒന്ന് കുറച്ച് വെള്ളമൊഴിക്കും മോളെ. കുറച്ച് നമുക്ക് വെള്ളമൊഴിച്ച് പാലൊന്ന് കൂട്ടി അളവൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സമ്പാദിക്കാമെന്ന് പറയുമ്പോ മോള് ആദ്യം ഉമ്മാനോട് പറയും, ഉമ്മ ഇതെങ്ങാനും ഉമർ അറിഞ്ഞാലുണ്ടല്ലോ, ഉമറിന്റെ പട്ടാളം അറിഞ്ഞാലുണ്ടല്ലോ വെറുതെ വിടൂല. ഉമ്മ ചോദിച്ചു, പൊന്നുമോളെ ഈ നട്ടപ്പാതരക്ക് ഈ രാത്രിയിൽ ഇരുട്ടത്ത് ഇതൊക്കെ ആര് കാണാൻ? ആരും അറിയില്ല. ആ സമയത്ത് ആ മകള് പറയുന്നൊരു മറുപടി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു മറുപടി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മറുപടി എന്താണ്? ആ മറുപടി, ഉമറിന്റെ പട്ടാളോ ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും, ആര് കാണുന്നില്ല എങ്കിലും അല്ലാഹു കാണുമല്ലോ ഉമ്മ, അല്ലാഹു കാണുമല്ലോ ഉമ്മ. ആ ഒരു ചിന്ത കൊണ്ട്, ബോധം കൊണ്ട്, അല്ലാഹു കാണുമല്ലോ എന്ന ആ ചിന്ത കൊണ്ട് ഒരിക്കലും ഈ തിന്മ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഉമ്മ, ഞാനത് പ്രവർത്തിക്കുകയില്ല ഉമ്മ എന്ന് മറുപടി പറഞ്ഞ ആ പാൽക്കാരി പെണ്ണിന്റെ മകള്. അല്ലാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ പഠിപ്പിച്ചല്ലോ. തന്റെ മകൻ നന്നായി വലുതായി നല്ല മകനായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്റെ മകനോട് പറയുകയാണ്, ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതഖും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ഏത് പാറക്കുള്ളിൽ പോയി നീ എന്ത് പ്രവർത്തിച്ചാലും അല്ലാഹു അത് കൊണ്ടുവരും മോനെ. അല്ലാഹു കാണാത്തതായിട്ടൊന്നുമില്ല, അല്ലാഹു കേൾക്കാത്തതായിട്ടൊന്നുമില്ല, അല്ലാഹു അറിയാത്തതായിട്ട് ഒന്നുമില്ല.
എവിടെ വെച്ച് ഏത് കൂരാക്കൂരിട്ടിൽ നീ എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു അത് കാണും മോനെ. ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? സ്വന്തം സഹപാഠിയെ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, സ്വന്തം സഹപാഠിയെ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി തല്ലി കൊന്നു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ ആധുനിക കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വേണ്ടി വിട്ടതാണ് നമ്മുടെ മക്കളെ, പഠിക്കാൻ വേണ്ടി വിട്ടതാണ് നമ്മുടെ മക്കളെ. പക്ഷേ ഈ രൂപത്തിലേക്ക് കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ മാറി. രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്ന് സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, വാപ്പ പ്രാർത്ഥിക്കുകയാണ് തഹജ്ജുദ് നമസ്കാരത്തിൽ, എന്റെ കുട്ടിയെ നീ നന്നാക്കണേ അല്ലാ, എന്റെ കുട്ടിക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാ, നാട്ടിൽ നടക്കുന്ന എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും തെമ്മാടിത്തരങ്ങളിൽ നിന്നും എന്റെ കുട്ടിയെ നീ രക്ഷിക്കണേ അല്ലാ, മോചിപ്പിക്കണേ അല്ലാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കളില്ല. ദുനിയാവിലും പരലോകത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ രാത്രി സമയങ്ങൾ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോ മക്കളുടെ അവസ്ഥ എന്താ? അവർ രാത്രിയുടെ ഇരുട്ടാകുമ്പോൾ തന്റെ കൂട്ടുകാരോടൊപ്പം അവർ പോവുകയാണ്, അവർ ആസ്വദിക്കുകയാണ്, കഞ്ചാവ് വലിക്കുന്നു, ആ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു വന്നിട്ട് അവരുടെ ബുദ്ധികളെ എല്ലാം മരവിപ്പിച്ച് കളഞ്ഞിട്ട് ഈ പ്രാർത്ഥിക്കുന്ന ഉമ്മയുടെ നേരെ വാപ്പയുടെ നേരെ കൈനീട്ടുന്നൊരവസ്ഥയിലേക്ക്, കയർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആധുനിക കാലഘട്ടം മാറിപ്പോകുമ്പോൾ പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയ തഖ്വയുണ്ടല്ലോ പൊന്നുമ്മ, ഇത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും അല്ലാഹു കാണുമല്ലോ ഉമ്മ, അല്ലാഹു അറിയുമല്ലോ ഉമ്മ, അല്ലാഹുവിന്റെ അറിവ് വെട്ടിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് ആ പാൽക്കാരി പെണ്ണിന്റെ മകള് മാറി നിൽക്കുമ്പോൾ ഇതാണ് തഖ്വ. ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാതിരിക്കുക, ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർക്കുക, എപ്പോഴും അല്ലാഹുവിനെ മറക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, നന്ദിയുള്ള അടിമയായി ജീവിക്കുക, ജീവിതത്തിൽ ഒരിക്കലും നന്ദികേട് സംഭവിക്കാതിരിക്കുക. ഈ തഖ്വയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് നമസ്കാരം, അതിനുവേണ്ടിയാണ് നോമ്പ്. ഇസ്ലാം പഠിപ്പിച്ച ചെറുതും വലുതുമായ ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിന്റെ റിള കിട്ടാൻ കാരണമാകുന്ന തഖ്വയുണ്ടല്ലോ, ആ തഖ്വക്ക് വേണ്ടിയാണ് കർമ്മങ്ങൾ മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ചത്. അതല്ലാതെ പ്രയാസപ്പെടുത്താനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളെ വേദനിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. നാളെ മരിക്കുന്ന സമയത്ത്, മരിച്ച് നാളെ പരലോകത്ത് കടന്നു വരുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ റിള കിട്ടിക്കൊണ്ട് മരിക്കാനും അല്ലാഹുവിന്റെ റിള കിട്ടിക്കൊണ്ട് കണ്ടുമുട്ടാനും സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഇബാദത്തുകൾ മുഴുവൻ നിന്നെ പഠിപ്പിച്ചത് എന്ന് ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ കലാം വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു ഈ സംസാരം കേട്ടിട്ട് തന്റെ തന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആസിം എന്നൊരു പുത്രനുണ്ട്. ആസിം എന്ന പുത്രന് വേണ്ടി ആ പാൽക്കാരി പെണ്ണിന്റെ മകളെ വിവാഹം കഴിപ്പിക്കുകയാണ്, തന്റെ കുട്ടിയുടെ ഇണയായി സ്വീകരിക്കുകയാ. നമ്മൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അന്ന് ചോദിക്കും, അല്ല ഉമറെ നിങ്ങക്ക് വേറെ ആരും കിട്ടിയില്ലേ? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, നിങ്ങക്ക് വേറെ ആരും കിട്ടിയില്ലേ ഉമറെ? താങ്കൾ ആരാ? നാട് ഭരിക്കുന്ന ഭരണാധികാരി അല്ലേ? നാടിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരി ഒരു ചെറിയ ചെറ്റക്കുടിൽ കിടന്നുറങ്ങുന്ന ഒരു പാൽക്കാരി പെണ്ണിന്റെ മകളെയാണോ തന്റെ ജീവിതത്തിലേക്ക് തന്റെ കുട്ടിക്ക് വേണ്ടി ഇണയായി സ്വീകരിച്ചു കൊടുക്കുന്നത്? നമ്മൾ ചോദിക്കും അല്ലെ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയത് അതൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ്, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ്. എന്താണ് അധ്യാപനം? വിവാഹം കഴിപ്പിക്കുമ്പോൾ ദീനിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ദീനുള്ള പെണ്ണ്, ദീനുള്ള ഒരാളായിരിക്കണം നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ. ആണാകട്ടെ പെണ്ണാകട്ടെ, ദീനുള്ള ഒരാളായിരിക്കണം നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്നുള്ളത് മർഅത്തുൻ സാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ ഭർത്താവിനോട് പെരുമാറേണ്ടത് എന്നറിയൂ. അള്ളാനെ സൂക്ഷിക്കുന്ന പെണ്ണിനെ എങ്ങനെയാണ് തന്റെ കുട്ടികളെ വളർത്തേണ്ടത് എന്നറിയൂ. അള്ളാനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് തന്റെ വീട്ടിലുള്ള മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ബന്ധുമിത്രാദികളോട്, മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണമെന്നറിയോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അതിനേക്കാൾ വേറൊന്നുമില്ല. മർഅത്തുൻ സാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ് ജീവിതത്തിൽ വരലാണ്. ഈ അധ്യാപനമാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ പകർത്തിയത്. ആസിം എന്ന തന്റെ ആ പുത്രന് വേണ്ടി, ആ പാൽക്കാരി പെണ്ണിന്റെ കൂരയിൽ കിടന്നുറങ്ങുന്ന പാൽക്കാരി പെണ്ണിന്റെ മകളെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് തഖ്വ എന്നുള്ളത്. ഈ തഖ്വ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പിനെ നാം നിങ്ങൾക്ക് നിർബന്ധമാക്കി തന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ. ജീവിതത്തിൽ തഖ്വയുണ്ടാകാൻ നോമ്പിനേക്കാൾ മറ്റ് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, അത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് നോമ്പ്, അല്ലെ? നോമ്പിനെ കുറിച്ച് ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് ഒന്നും പോകില്ല. നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അസ്സൗമുലീ, അല്ലാഹ് പറയാണ്, ഖുദ്സിയായ ഹദീസാണ്, അസ്സൗമുലീ, നോമ്പിനിക്കുള്ളതാണ്, നോമ്പിനിക്കുള്ളതാണ്. മറ്റുള്ള കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ല. മറ്റുള്ള കർമ്മങ്ങളെ കുറിച്ച് നോമ്പിനേക്കാൾ പ്രധാനമുള്ള, നോമ്പിന് മുമ്പേ നിർവഹിക്കേണ്ട കർമ്മമാണ് സക്കാത്ത്, സക്കാത്തിന്റെ മുമ്പേ നിർവഹിക്കേണ്ട കർമ്മമാണ് നമസ്കാരം. അതിനെ കുറിച്ചൊന്നും അല്ലാഹ് പറയാതെ നോമ്പിനെ കുറിച്ച് പറയുകയാണ്, അസ്സൗമുലീ, നോമ്പിനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്റെ നോമ്പിനെ കുറിച്ച് മാത്രം അങ്ങനെ പറയാനുള്ള കാരണം, മറ്റുള്ള കർമ്മങ്ങൾക്കെല്ലാം അള്ളാഹു ആണല്ലോ പ്രതിഫലം കൊടുക്കുന്നത്. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ്. അടിമയും അള്ളാഹു മാത്രം ബന്ധമുള്ള കാര്യമാണ്. റമദാൻ വന്ന് നമ്മൾ നോമ്പാരംഭിച്ചാൽ, ശഅബാന് നമ്മൾ ഒരുപാട് നോമ്പെടുത്തല്ലോ, നമ്മൾ നോമ്പാരംഭിക്കുമ്പോൾ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം, ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം അള്ളാഹുവിനും ആ നോമ്പുകാരനും മാത്രം അറിയുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം നോമ്പിനെ കുറിച്ച് പറയാൻ കാരണം. അസ്സൗമുലീ വഅന അജ്സീ ബി, എനിക്കാണ് നോമ്പ്, ആ നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം, തഖ്വക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ്. യുവാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅശറ ശബാബ്, യുവാക്കളെ വിളിച്ചിട്ട് പറയുന്നു, യുവാക്കളെ, വിവാഹപ്രായമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം, വിവാഹപ്രായമായാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പന്റെ കുട്ടിക്കൊന്നും വിവാഹം കഴിക്കാൻ സമയം വന്നിട്ട്, അവൻ ചെറിയ കുട്ടിയാ, അവൻ പഠിക്കട്ടെ, കുറച്ചൊക്കെ കഴിയട്ടെ, ഒരു 10-30 വയസ്സൊക്കെ ആയിട്ട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടറേറ്റിനും ഇപ്പൊ എഞ്ചിനീയറിനൊക്കെ പഠിക്കുക, അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിവാഹമൊക്കെ കഴിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് മക്കളെ 1000, 10,000, ലക്ഷം ഒക്കെ എണ്ണി കൊടുത്തിട്ട് ബാംഗ്ലൂർക്ക്, ബോംബെക്ക്, ഡൽഹിക്ക്, മറ്റുള്ള സ്ഥലത്തേക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, തമിഴ്നാട്ടിലേക്ക്, കൊച്ചിക്കൊക്കെ നമ്മൾ പറഞ്ഞേക്കാണ്, അല്ലെ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും വഴികേടിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല. 10-75%, 80% മക്കള് നമ്മൾ അറിയുന്നില്ല. അന്യ നാട്ടിൽ കൊണ്ടുപോയി അവരെ നമ്മൾ പഠിപ്പിക്കുമ്പോ നമ്മൾ അറിയുന്നില്ല, അവർ അന്യ പുരുഷന്മാരുടെ കൂടെ, അന്യ പെണ്ണുങ്ങളുടെ കൂടെ കയറിയിറങ്ങാത്ത കഫകളില്ല, അവർ കയറി ചെല്ലാത്ത ലോഡ്ജുകളില്ല. ഒരു ദിവസം കിടന്നുറങ്ങുന്നതിന് വേണ്ടി, അന്യ ആളുകളുടെ കൂടെ കിടങ്ങുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ, അത് ലോഡ്ജിൽ റൂം എടുത്തിട്ട് താമസിച്ചുകൊണ്ട് അവർ സുഖലോലുപന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിപ്പിന് എതിരാണെന്ന് പറയുന്നില്ല. ഇനി നാളെ ഷബീർ സലായി വന്നിട്ട് പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു, അതൊന്നും പറയരുത്. പഠിപ്പിക്കണം. ഏത് ഉന്നത തലങ്ങളിൽ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കോ അതൊക്കെ നമ്മൾ ചെയ്യണം, പഠിപ്പിക്കണം. കാരണം
കാരണം നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരലോകം ചോദിക്കുന്നതിന് മുമ്പേ ദുനിയാവ് ചോദിക്കണമെന്ന് പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിൽ സന്തോഷങ്ങൾ ഉണ്ടാകണം, നല്ല ജീവിതം ഉണ്ടാകണം, ദുനിയാവിലെല്ലാം നമുക്കുണ്ടാകണം, നല്ല വീട്, നല്ല വാഹനങ്ങൾ, നല്ല സൗകര്യങ്ങൾ. അതാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. പക്ഷെ ഒന്നും പരലോകം മറന്നുകൊണ്ടാകാൻ പാടില്ല. അപ്പൊ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. മക്കളൊക്കെ ഡോക്ടറാകട്ടെ, മക്കളൊക്കെ എഞ്ചിനീയർമാരാകട്ടെ. പക്ഷേ റസൂലുള്ളാഹിന്റെ അധ്യാപനം മറന്നു പോകരുത്. റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോൾ അധ്യാപനം സമ്പത്ത് നോക്കാതെ, തറവാട് നോക്കാതെ, മറ്റുള്ള മഹിമകൾ നോക്കാതെ തന്റെ ജീവിതത്തിലേക്ക്, തന്റെ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇണയായി പാൽക്കാരി പെണ്ണിന്റെ മകളെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലത്തെ അധ്യാപനമാണ്. പ്രായമായാൽ വിവാഹം കഴിക്കണം, പ്രായമായാൽ വിവാഹം കഴിപ്പിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഒരു ഇണ ജീവിതത്തിലുണ്ട് എന്നറിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, ലോകത്തിന്റെ ഏത് കോണിലാണ് എങ്കിലും തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ പോകുമ്പോ അവന്റെ മനസ്സൊന്ന് പടയ്ക്കാതിരിക്കില്ല. ഒരു ഇണ തന്റെ ജീവിതത്തിലുണ്ടല്ലോ, തന്റെ മക്കള് തന്റെ വീട്ടിലുണ്ടല്ലോ, തന്റെ കുടുംബം തന്റെ വീട്ടിലുണ്ടല്ലോ എന്ന ബോധം, ആ ചിന്ത അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രായമായ മക്കളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിണങ്ങി വന്നിട്ടില്ല എങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിണങ്ങി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നോമ്പെടുത്തോ എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇണ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് നിയന്ത്രിക്കാൻ കഴിയും. നിന്റെ ഗുഹ്യ ഭാഗത്തെ നീ നിയന്ത്രിക്കും. അതുപോലെ തന്നെ അതേ ധർമ്മമാണ് നോമ്പുകാരൻ നിർവഹിക്കുന്നത്. നോമ്പുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസോടുകൂടി അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാള് നോമ്പെടുത്താൽ ആ നോമ്പ് കാരണം അവന്റെ ഗുഹ്യ ഭാഗങ്ങളെയും അവന്റെ കണ്ണിനെയും സംരക്ഷിക്കാൻ അവന് സാധിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സൗമു ജുന്ന, നോമ്പ് എന്നുള്ളത് ഒരു പരിചയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ്. എല്ലാ ദിവസവും അല്ല, ഒന്നരാട നോമ്പെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒന്നരാട എടുക്കാം. എല്ലാ ദിവസവും എടുക്കാൻ പാടില്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ് എല്ലാ ദിവസവും നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത്. വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അതിൽ അന്നിൽപ്പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒന്നരാട നമുക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത്ര തഖ്വ നേടിത്തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ്. ഈ നോമ്പിനെ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. എന്തിന്റെ പേരിൽ? ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, നന്മ തിന്മകളെ വേർതിരിക്കുന്ന ഗ്രന്ഥമായ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. എവിടേക്കിറങ്ങി? അവിടെയാണ് നമ്മൾ വിഷയം പഠിക്കേണ്ടത്. പലർക്കും അറിയാത്ത വിഷയമാണ്. എവിടേക്കാണ് റമദാനിൽ ഖുർആൻ ഇറങ്ങിയത്? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എവിടേക്കാണ് ഖുർആൻ ഇറങ്ങിയത്? ഖുർആൻ അടക്കം സകല വിവരങ്ങളും സകല ഇൽമുകളും അല്ലാഹുവിന്റെ അറിവിലാണുള്ളത്. ആയത്തുൽ കുർസിയിലൂടെ നമ്മൾ എന്നും പറയുന്നുണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി ഒന്ന് നമ്മൾ ഒന്ന് ഓതി നോക്ക്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഇൽമിന്റെ ഉറവിടം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ ഇൽമും അല്ലാഹുവിന്റെ പക്കലാണുള്ളത്. ആ സകല ഇൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു. എവിടെ എഴുതി വെച്ചു? ഫീ ലൗഹിൻ മഹ്ഫൂസ്.
മഹ്ഫൂദ്, ലഹ്വുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു. ആദ്യം ലോകത്ത് അല്ലാഹു പടച്ചത്, അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത് പേനയാണ്. പേനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് പേനയോട് പറയുകയാണ്, പേനയെ നീ എഴുതണം. പേന അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ഞാൻ എന്താണ് എഴുതേണ്ടത്? എന്റെ തീരുമാനങ്ങൾ മുഴുവൻ എഴുതണം, എന്റെ ഇൽമു മുഴുവൻ എഴുതണം. അങ്ങനെ എല്ലാ ഇൽമും ലഹ്വുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. ആ എഴുതി വെച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാണ് ലോകത്ത് നടപ്പിലാക്കുന്നത്. സകല ഇൽമും എഴുതി വെച്ചു. ആ എഴുതി വെച്ച ഗ്രന്ഥമാണ് ലഹ്വുൽ മഹ്ഫൂദ്. ആ എഴുതി വെച്ചത് മുഴുവൻ അല്ലാഹു നടപ്പിലാക്കുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം അല്ലാഹു അത് സംഭവിക്കണമെന്ന്, അത് സംഭവിക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ കലാം കൃത്യമായി പഠിപ്പിക്കുമ്പോ ഈ ഖുർആൻ ഉണ്ടായിരുന്നത്, തൗറാത്ത് ഉണ്ടായിരുന്നത്, സബൂർ ഉണ്ടായിരുന്നത്, ഇഞ്ചീൽ ഉണ്ടായിരുന്നത്, എല്ലാം ഉണ്ടായിരുന്നത് ഈ ലൗഹുൽ മഹ്ഫൂദിലായിരുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു ഖുർആനിനെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കുന്നു. ഏതാണ് ബൈത്തുൽ ഇസ്സ? ഒന്നാം ആകാശത്തിലെ ഭവനമാണ് ബൈത്തുൽ ഇസ്സ. ഓരോ ആകാശത്തിലും ഭവനങ്ങളുണ്ട്, പള്ളികളുണ്ട്, മസ്ജിദുകളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. ബൈത്തുൽ മഅമൂർ, ഏഴാം ആകാശത്തിലെ ഭവനമാണ് ബൈത്തുൽ മഅമൂർ. മിഅ്റാജിന്റെ വേളയിൽ ഈ ബൈത്തുൽ മഅമൂർ കാണിക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം 70,000 മലക്കുകൾ ആ പള്ളിയിലേക്ക്, ആരാധനാലയത്തിലേക്ക് പ്രവേശിച്ച് ഇബാദത്ത് ചെയ്യും. ഒരു ദിവസം ഒരു തവണ പ്രവേശിച്ച മലക്ക് രണ്ടാമതൊരു തവണ ഇലാ യൗമിൽ ഖിയാമ പ്രവേശിക്കുന്നില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ മലക്കുകളുടെ എണ്ണം സുബ്ഹാനല്ലാഹ്, നമുക്കറിയില്ല. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അതുപോലൊരു ഭവനമാണ് ബൈത്തുൽ ഇസ്സ. ആ ബൈത്തുൽ ഇസ്സയിലേക്ക് മുഴുവനായിട്ടും ലഹ്വുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ആ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയ മാസമാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നന്മതിന്മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ റമദാൻ മാസത്തിൽ ഫമൻ ശഹീദ മിൻകുമുശ് ശഹ്റ ഫൽയസും, നിങ്ങൾ ആരെങ്കിലും ഹാജറുണ്ട് എങ്കിൽ അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ കലാം കൃത്യമായി പഠിപ്പിച്ചു. ഖുർആൻ ഇറങ്ങിയ മാസം മാത്രമല്ല, ഖുർആൻ ഇറങ്ങിയ ദിവസമുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഒരു ദിക്ർ ചൊല്ലിയാൽ 1000 മാസം ദിക്ർ ചൊല്ലിയ പ്രതിഫലം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 1000 മാസം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം, ഒരു ആയത്തോതിയാൽ 1000 മാസം ആയത്തോതിയ പ്രതിഫലം. ഈ രൂപത്തിൽ എത്രയെത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം 1000 മാസം കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലമാണ് ഖുർആൻ ഇറങ്ങിയ രാത്രിയുടെ മഹിമ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാനിൽ നിങ്ങൾ ഹാജറുണ്ട് എങ്കിൽ റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. രോഗികൾക്കൊഴികെ, യാത്രക്കാർക്കൊഴികെ അവർ മറ്റുള്ള ദിവസത്തിൽ നോമ്പ് നോറ്റ് വിട്ടിയാൽ മതി. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മുസ്ലിമാണോ, ബുദ്ധിയുള്ളവനാണോ, അവൻ തീർച്ചയായിട്ടും പ്രായപൂർത്തിയായവർ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ കലാം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ ഹിജറ 2-ാം വർഷത്തിലാണ് ഈ നോമ്പ് നിർബന്ധമാക്കുന്നത്. ഹിജറ 2-ാം വർഷം സ്വഹാബത്ത് ഹിജറ വന്ന വർഷം. സ്വഹാബത്ത് ഹിജറ വന്നിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ ആ ഹിജറ വന്ന സ്വഹാബത്തിനെ കുറിച്ച് പഠിച്ചേ പറ്റൂ. ആ ഹിജറ വന്ന സ്വഹാബത്തിനെ കുറിച്ചേ നമ്മൾ കേട്ടേ പറ്റൂ. ആരായിരുന്നു ആ ഹിജറ വന്ന സ്വഹാബത്ത്? നോമ്പ് നിർബന്ധമാക്കിയല്ലോ. ഹിജറ 2-ാം വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയല്ലോ.
ആരായിരുന്നു ആ സ്വഹാബത്ത്? നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ സ്വഹാബത്തുണ്ടല്ലോ, അവർ ആരായിരുന്നു എന്ന് പഠിക്കാൻ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങൾ മാത്രം നമ്മൾ കേട്ടാൽ മതി. അദ്ദേഹം സുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട്. ആർക്കാണെന്നോ പറഞ്ഞു കൊടുക്കുന്നത്? മഹാനായ നജ്ജാശി രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നജ്ജാശി രാജാവ് ഹബശയിലെ നാട് ഭരിക്കുന്ന രാജാവാണ് നജ്ജാശി രാജാവ്. ആ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് മുഹമ്മദ് റസൂലുള്ള ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബത്തുണ്ടല്ലോ, ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ ഇരയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ മുത്തുനബി സ്വഹാബത്തിനോട് പറയുകയാണ്, തൊട്ടപ്പുറത്ത് ഇതാ ഒരു രാജാവുണ്ട്, നജ്ജാശി എന്നാണ് പേര്. മുസ്ലിം ഒന്നുമല്ല, മുഅ്മിനൊന്നുമല്ല. പക്ഷേ ആ മനുഷ്യന്റെ കീഴിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മുത്തുനബി ഇതാ അനുവാദത്തോടുകൂടി ഹബശയിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ മുസ്ലിങ്ങളുടെ നേതാവാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു. അബൂ താലിബിന്റെ മകനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവർ ഹബശയിലെത്തി സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കയിൽ നിന്ന് കുറച്ചാളുകൾ വന്നിട്ട് നജ്ജാശി രാജാവിനോട് പറയുന്നു, അല്ലയോ പ്രഭുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചാൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ആളുകളെ മുഴുവൻ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടക്കി അയക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ആ നജ്ജാശി രാജാവ് ഇതാ ജഅഫർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല ജഅഫറെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ശ്രദ്ധേയമാണ്. അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ നഅബുദുൽ അസ്നാമ വനഅകുലുൽ മയ്ത വനഅതിൽ ഫവാഹിഷ വനഖതഉൽ അർഹാം വനുസീഉൽ ജിവാര വയഅകുലുൽ ഖവിയ്യു മിനൽ ളഈഫ് ഫകുന്നാ അലാ ദാലിക് حتى بعث الله إلينا رسولا منا أيها الملك അല്ലയോ പ്രഭുവേ, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടക്കാരായിരുന്നു. ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നഅബുദുൽ അസ്നാം, മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങള്. വനഅകുലുൽ മൈത, അതുപോലെ തന്നെ ഏത് മൃഗം ചത്താലും ആ ചത്തതിനെ ഭക്ഷിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വനഅതിൽ ഫവാഹിഷ, മദ്യപിക്കുന്നവരായിരുന്നു ഞങ്ങൾ. ചൂതാട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വ്യഭിചാരം, ഒരു ദിവസം ഞങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല എങ്കിൽ ഉറക്കം വരാത്ത രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വനഖതഉൽ അർഹാം, അല്ലാഹു ചേർത്തി തന്ന ബന്ധങ്ങൾ മുഴുവൻ മുറിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാര, അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങൾ. വയഅഖുലുൽ ഖവിയ്യു മിനൽ ളഈഫ്, ദുർബലരായ ആളുകളെ മുഴുവൻ അടിച്ചമർത്തി അടിമകളായി ഞങ്ങൾ മേലാളന്മാരായി മുതലാളിമാരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടക്കാരായിരുന്നു. ഇങ്ങനെ അക്രമങ്ങൾ, അനീതികൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഫകുന്നാ അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, ഞങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ദൂതനെ ഞങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. സൂറത്തു ജുമഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു ദൂതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിച്ചു. എങ്ങനെയുള്ള ദൂതൻ? ഉമ്മിയായ, നിരക്ഷകനായ, എഴുത്തറിയില്ല, വായന അറിയില്ല. ഇഖ്റയ മുഹമ്മദ് മാനബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി പറഞ്ഞ ദൂതൻ. യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്ത്
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അവർ ഇരുട്ടിലായിരുന്നു, അവർ ഗഫലത്തിലായിരുന്നു. സൂറത്തു യാസീനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത കാലത്തൊന്നും പ്രവാചകന്മാർ വരാത്തതുകൊണ്ട് ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. തീർത്തും ജാഹിലിയത്ത്, അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു. മിനദ്ദുലുമാതി ഇലന്നൂർ. ഇത്തരത്തിലുള്ള ആളുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയത്. ഈ മാസത്തിൽ അല്ലാഹു ഖുർആനിനെ ഇറക്കിയത്. ആ ഖുർആനിനെ അല്പാൽപമായി റസൂലുള്ളാഹിയിലേക്ക് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് അല്പാൽപമായി സന്ദർഭത്തിനനുസരിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ ഇറക്കി കൊടുത്തപ്പോൾ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ആ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്ത് ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിച്ചെടുത്തു. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഗോത്രത്തിന്റെ പേരും പറഞ്ഞ് തറവാടിന്റെ പേരും പറഞ്ഞ് മഹിമ പറഞ്ഞ് തല്ലുകൂടിയിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ കലാം ഞങ്ങളോട് പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ ഖബീർ. തറവാട്ടുകാരാക്കിയത്, ഗോത്രക്കാരാക്കിയത് തല്ലുകൂടാനല്ല, ഞാൻ ഇന്ന തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞ് മഹിമ പറയാനല്ല, പോരാടാനല്ല, അഹങ്കരിക്കാനല്ല. അതെല്ലാം പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ, തഖ്വയോടെ, സൂക്ഷ്മതയോടെ, നന്ദിയുള്ള അടിമയായി ആരാണോ ജീവിക്കുന്നത്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ. ഈ ആയത്ത് കേട്ടപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ സംസ്കരണം ഉണ്ടായി. മനുഷ്യന്റെ ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാക്കിയെടുക്കുന്ന ദിവ്യ വെളിച്ചം, അതാണ് ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തീർന്നിട്ടില്ല. ഒരു പെൺകുട്ടി പിറന്നാൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് കൊണ്ടുപോയി കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് ജീവനോടുകൂടി ഇറക്കി വെച്ചിട്ട് പിഞ്ചോമന മകളുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് ജീവനോടുകൂടി കഴിച്ചു കൂട്ടി, ജീവനോടുകൂടി കുഴിച്ചു മൂടി ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ സംസ്കരിച്ചു. എന്തിനാണ് പൊന്നുപ്പ, എന്തിനാണ് പൊന്നുമ്മ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ക്രൂരമായി ജീവനോടുകൂടി കൊന്നുകുഴിച്ചു മൂടിയത് എന്ന ലോകം വരാനുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോ ഈ രൂപത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംസ്കരണം ഉണ്ടായത്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ഭംഗിയായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. നജാഷി രാജാവ് പറയാ, ഒന്ന് കേൾക്കട്ടെ ജഅഫർ, ആ ഖുർആൻ ഒന്ന് ഓതി, ഞാനൊന്ന് കേൾക്കട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹു ആരംഭിച്ചു. സൂറത്ത് മറിയം ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നജാഷി രാജാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ഓത്ത് കേട്ടുകൊണ്ട്, ഖുർആനിന്റെ മാധുര്യം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്ന നജാഷി രാജാവ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം വഫാത്തായ സമയത്ത് ഇതാ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി ഒരു മനുഷ്യൻ മരിച്ച വിവരം അറിയിക്കാൻ. ഏതാ മനുഷ്യൻ? നജ്ജാശി രാജാവ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നാവിലൂടെ വന്ന ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നജ്ജാശി രാജാവ് മരണപ്പെട്ടപ്പോൾ അല്ലാഹു വഹി ഇറക്കി കൊടുത്ത വാർത്ത അറിയിച്ചപ്പോൾ മറഞ്ഞ മയ്യത്തിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങള് തീർത്തും ജാഹിലിയത്ത് അന്ധകാരം. ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. റസൂൽ ഞങ്ങളിലേക്ക് വന്നു. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എന്താണ് സഹാബത്തിന്റെ അവസ്ഥ? അത് കേൾക്കാൻ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആരായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കാണ്, അല്ല ഹുബൈബേ, ഈ തൂക്കുമരത്തിലേക്ക് നിനക്ക് പകരം മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നിനക്ക് പോകാൻ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു മറുപടി എന്താണെന്ന് അറിയുമോ? വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ഫി അഹ്ലി വ വലദി ആമിന വ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുസീബുഹു ഷൗക. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ, വാപ്പയുടെ കൂടെ, ഇണയുടെ കൂടെ, മക്കളുടെ കൂടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, നിർഭയത്വത്തോടു കൂടി വീട്ടിൽ താമസിക്കുമ്പോ, വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുസീബുഹു ഷൗക, എൻ്റെ ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മരണം സ്വീകരിച്ച മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു എനിക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, വേഗം പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് മരണം ഏറ്റുവാങ്ങുമ്പോ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം മോദിയ വരികൾ, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വ ഇൻ യശാ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഅ. ഇവിടെ കിടന്ന് പിടഞ്ഞ് ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അല്ലാഹുവിൽ അനുസരിച്ചൊരു മുസ്ലിമായിട്ടാണ് ഞാൻ മരിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് ഞാൻ ചെരിഞ്ഞു വീണാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ടാണല്ലോ ഞാൻ മരിക്കുന്നത് എന്നോർക്കുമ്പോ എനിക്കൊരു ആശങ്കയുമില്ല. എല്ലാ ശത്രുക്കളെ, നിങ്ങൾ തുണ്ടമായി എന്റെ ശരീരത്തെ വെട്ടി നുറുക്കിയാലും എനിക്കൊരു വേദനയുമില്ല. കാരണം നിങ്ങൾ വെട്ടി നുറുക്കിയ എന്റെ ഓരോ ഭാഗങ്ങൾക്കും എന്റെ റബ്ബ് ബർക്കത്ത് തരും, എന്റെ റബ്ബ് ബർക്കത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് മരണം ഏറ്റുവാങ്ങിയ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. ക്രൂരമായ പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു. മതാ നസ്റുല്ലാഹ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, എപ്പോഴാണ് നബിയെ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം വരിക? എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരിക? സഹിക്കടോ, ക്ഷമിക്കടോ, ഇന്ന നസറല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് അടുത്ത് തന്നെയുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് 10-13 വർഷത്തോളം കാലം ഈ ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നെഞ്ചോട് ചേർത്തതിന്റെ പേരിൽ പീഡനത്തിന്റെ കാലഘട്ടം. കുറെ ആളുകൾ മരണപ്പെട്ടു പോയി, കുറെ ആളുകൾ ആ പീഡനത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ്. അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഹിജ്റ പോകാൻ വേണ്ടിയുള്ള സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഹിജ്റ പോകുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി മറുനാട്ടിലേക്ക് പലായനം ചെയ്യുന്നു. എല്ലാം ഉപേക്ഷിക്കുന്നു. തന്റെ വീട്, തന്റെ കുടുംബം, തന്റെ എല്ലാം സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ച് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോ മക്കക്കാര് വിളിച്ചു നിർത്തിയിട്ട് സുഹൈബിനോട് പറയുന്നു, സുഹൈബേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ വന്ന് നീ ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് സമ്പാദിച്ചു. ആ സമ്പാദ്യം നീ ഞങ്ങളിൽ ഉപേക്ഷിച്ചു കൊണ്ടല്ലാതെ ഹിജ്റ പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ആ സമ്പത്ത് മുഴുവൻ മക്കയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോയ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഇതുപോലെ എല്ലാ സ്വഹാബത്തും എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ കാലിയായിട്ടവർ ഹിജ്റ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അന്നത്തെ യസ്രിബിലേക്ക്, ഇന്നത്തെ മദീനയിലേക്ക് അവർ ഹിജ്റ പോയി.
അല്ലേ? ആ 10-13 വർഷത്തോളം കാലം ക്രൂരമായ പീഡനത്തിന്റെ വേദനയുടെ കാലഘട്ടമായിരുന്നു. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരാ എന്ന് ചോദിക്കുമാറ് വേദനയ്ക്ക് വിധേയമായ സ്വഹാബത്ത് അവര് മദീനയിലേക്ക് എത്തി. ഇങ്ങനെ സന്തോഷിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. മദീനയിൽ എത്തിയിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ, സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇതാ അല്ലാഹുവിന്റെ വിളി. മദീനയിലേക്ക് എത്തിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, സന്തോഷിക്കാൻ ആയിട്ടില്ല. അപ്പോഴേക്കും അല്ലാഹുവിന്റെ വിളി, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പെടുക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അത്താഴത്തിൽ ബർക്കത്തുണ്ട്, അത്താഴം കഴിക്കണം. സമിഅനാ വ അതഅനാ. നോമ്പെടുക്കാൻ പറഞ്ഞു. സമിഅനാ വ അതഅനാ. സമയമായാൽ നിങ്ങൾ നോമ്പ് തുറക്കണം, സമയമായാൽ പിന്നെ വൈകിപ്പിക്കരുത്. സമിഅനാ വ അതഅനാ. പള്ളക്ക് മാത്രം നോമ്പുണ്ടായാൽ പോരാ, വയറിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ. കണ്ണിന് നോമ്പുണ്ടാകണം, കാതിന് നോമ്പുണ്ടാകണം, നാവിന് നോമ്പുണ്ടാകണം. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമ. ഈ നിയമങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു. വഅറഫ ഹുദൂദ വതഹഫദ മാ യംബഗി ലഹു അൻ യതഹഫദ. എല്ലാം സൂക്ഷിച്ച് എല്ലാം പാലിച്ച് നോമ്പുകാരായി മാറി. ഇതാ നോമ്പെടുക്കാൻ അവർ തയ്യാറായപ്പോ തന്റെ പ്രയാസങ്ങളെല്ലാം മറന്ന്, ഇത്രയും കാലം അനുഭവിച്ച പീഡനത്തിന്റെ പ്രയാസങ്ങളെല്ലാം മറന്ന് പട്ടിണി കിടക്കാൻ അവർ തയ്യാറായപ്പോ അല്ലാഹുവിന്റെ അടുത്ത കൽപ്പന എന്താണ്? കൽപ്പന കുതിബ അലൈക്കുമുൽ ഖിതാൽ, കുതിബ അലൈക്കുമുൽ ഖിതാൽ, കുതിബ അലൈക്കുമുസ് സിയാം, കുതിബ അലൈക്കുമുൽ ഖിതാൽ, കുതിബ അലൈക്കുമുസ് സിയാം. നാം നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി. കുതിബ അലൈക്കുമുൽ ഖിതാൽ, നാം നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കി. വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് എനിക്കറിയാം, എന്നാൽ പോലും നിർബന്ധമാണ്. ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം, ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം റമദാൻ മാസത്തിൽ പകൽ സമയത്ത് വിശപ്പും ദാഹവും സഹിച്ച് നോമ്പെടുത്തുകൊണ്ടിരിക്കുമ്പോ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോ സമിഅനാ വ അതഅനാ, ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സ്വഹാബത്ത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായവർ എന്ത് ചെയ്തു? നമ്മള് ചിന്തിക്ക്. എന്ത് ചെയ്തു? റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുകൾ, റളിയല്ലാഹു അൻഹും എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ ജനത, ഖൈറുന്നാസി ഖർനി എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ജനത, ഇന്ന അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ജനത, അതുപോലെ തന്നെ നാളെ സ്വർഗത്തിന്റെ ആളുകൾ ഞാനും എന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തും എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ജനത, ആ ജനത അവരുടെ ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായവരാണ് എങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ അധ്വാനിച്ചിട്ടുള്ളത്? എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഈ സ്വഹാബത്തിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വഹാബത്തിന്റെ ജീവിതം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്തതുഹുമുൽ ബഅസാ വദ്ദറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എപ്പോഴാണ് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം വരാ എന്ന് 10-13 വർഷത്തോളം കാലം ജീവിച്ച് ചോദിച്ച് നടന്ന സ്വഹാബത്ത്, ക്രൂരമായ പീഡനങ്ങൾക്കും വേദനകൾക്കും ഇരയായ സ്വഹാബത്ത്, അവരവരുടെ ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കാതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ജീവിക്കാതെ വെറുതെ വന്നാൽ
അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വെറുതെ വന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നീ കരുതുന്നത്? വേണ്ടട്ടോ, ആ വിചാരം നിനക്ക് വേണ്ട. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഭുവനപ്രസിദ്ധരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച 2-3 വരികളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാദല്ലദി മാ കഫാഹു തംബു ഫീ റജബ് ഹത്താ അസാ റബ്ബഹു ഫീ ശഹരി ശഅബാൻ. റജബ് നിനക്ക് നൽകി നന്നാകാനുള്ള അവസരമാണ്, പക്ഷെ നീ പാപിയായി ജീവിച്ചു. ശഅബാനും നിനക്ക് നൽകി നന്നാകാനുള്ള, നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരമായിരുന്നു. നീ പാപിയായി ജീവിച്ചു. പാപിയായിട്ട് മുന്നോട്ട് പോയവനെ നിനക്ക് മതിയായിട്ടില്ല എങ്കിൽ ലഖദ് അളല്ലക ശഹ്റു സിയാമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു ഐലൻ ശഹ്റ ഇസ്യാനി. റജബിലും ശഅബാനിലും പാപിയായിട്ട് നീ ജീവിച്ചു. അടുത്ത മാസം റമദാൻ ഖുർആനിന്റെ മാസമാണ്, ഇതാ നിന്നിലേക്ക് വരുന്നു. ഈ മാസത്തെയും നീ പാപത്തിന്റെ മാസമാക്കി തീർക്കല്ലേ. വതുലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിം വഖുർആനി. റജബിൽ പാപിയായതുപോലെ, അതുപോലെ തന്നെ ശഅബാനിലും പാപിയായതുപോലെ റമദാനിനെ നീ പാപത്തിന്റെ മാസമാക്കല്ലേ. ഇത് തസ്ബീഹുകളുടെ മാസമാണ്, ഇത് ഖുർആനിന്റെ മാസമാണ്. നീ തസ്ബീഹ് ചൊല്ലി മരിക്കാൻ, ഖുർആൻ ഓതി മരിക്കാൻ, ഖുർആനിന് വേണ്ടി ജീവിക്കാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫ് മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി അഫ്നാഹുമുൽ മൗതു വസ്തബ്ഖാക ബഅദഹും ഹയ്യം ഫമാ അഖറബൽ ഖാസിയ മിനദ്ദാനി. കഴിഞ്ഞ റമദാനിലേക്കൊന്നും നിന്റെ ചിന്തയെ കൊണ്ടുപോകടോ. കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫ്. നിന്റെ ഉമ്മ നിന്റെ കൂടെ നോമ്പെടുക്കാനുണ്ടായിരുന്നു. നിന്റെ ഉമ്മ നിന്റെ കൂടെ നമസ്കരിക്കാനും, വാപ്പയും കുടുംബക്കാരും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ ഈ കർമ്മങ്ങളിൽ സജീവമാകാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, നിന്റെ അയൽവാസികൾ, നിന്റെ സഹോദരങ്ങൾ അഫ്നാഹുമുൽ മൗത്ത്, അഫ്നാഹുമുൽ മൗത്ത്, അവരെല്ലാം മരണം ഇല്ലാതാക്കി ആരടി മണ്ണിലേക്ക് അവരുടെ ശരീരം ഇറക്കി വെച്ചിട്ട്, ഉമ്മാന്റെ കൂടെ നമ്മൾ കടന്നില്ല, വാപ്പാന്റെ കൂടെ നമ്മൾ കടന്നില്ല. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. നാളെ ഹബീബിന്റെ ചാരത്ത് ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ മാതാപിതാക്കളുടെ കൂടെ, ബന്ധുമിത്രാദികളുടെ കൂടെ, ഇണയുടെ കൂടെ, മക്കളുടെ കൂടെ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പൊന്നുമ്പാന്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് പിടിമണ്ണ് മാറിയിട്ടിട്ട് തസ്ബീഹും ചൊല്ലി നമ്മൾ തിരിച്ചു പോന്നു. ആ ഉമ്മയും ഉപ്പയും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നീ ജീവിച്ചിരിപ്പുണ്ട്. പരമാവധി നന്മകളിൽ സജീവമാക്കിക്കോ. പാപിയായി ജീവിക്കല്ല, പാപിയായി ജീവിക്കല്ല. ഒരു ദിവസം മലക്കുൽ മൗത്ത് നിന്റെ ചാരത്ത് വന്നാൽ എപ്പോഴാണ്, ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ കഴിയില്ല. പോകേണ്ടി വരും. കർമ്മങ്ങളുടെ ലോകം അവസാനിക്കും. അതിനു മുമ്പായിട്ട് തഖ്വയുള്ള മനുഷ്യനായി ജീവിക്കാൻ നീ തയ്യാറായിക്കോ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെട്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റമദാനിലൂടെ സംസ്കരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു നോമ്പുകാരന് എന്തെല്ലാം ഓഫറുകളാണ്, എന്തെല്ലാം സമ്മാനങ്ങളാണ് അല്ലാഹു നൽകുന്നത്. ആ സമ്മാനങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസലാത്തിനാ വസിയാമിനാ വഖിയാമിനാ വകുല്ലു മിൻ അഅമാലി സ്വാലിഹാത്തിനാ യാ റബ്ബൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.